ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പാൽ നന്നായി തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് ആണ് കേട്ടോ. ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 മിനിറ്റ് മതി, അപ്പോഴേക്കും ഓട്സൊക്കെ ഇവിടെ കുക്കായി വരും. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല. നമ്മളിത് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് തേനൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേനൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആവും. അപ്പോൾ ഷുഗർ ഒഴിവാക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാതിരിക്കാം. പിന്നെ ഓട്സിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആണല്ലോ, കാരണം ഫൈബറും പ്രോട്ടീനും ഒരുപാടുള്ളതാണ് ഓട്സ്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറക്കാനും ഓട്സ് ഒത്തിരി സഹായിക്കും. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം, പിസ്ത, ക്യാഷ്നട്ട്, പിന്നെ കുറച്ച് റൈസിൻസും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടെ റിച്ചിയായി മാറും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. 3 മിനിറ്റ് മതി. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിത് സെർവ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും ഹണിയും വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹണി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ തേൻ ചേർക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സും ഇതേ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിലേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.